ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളോട് സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ മൺഡേയിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ സൺഡേ എടുത്തിട്ടുള്ളതായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നെക്സ്റ്റ് ഡേയിലത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് റാഗി ദോശ ബാറ്റർ ഞാൻ അരച്ച കാര്യം. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പൊളിച്ച് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബാറ്റർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ നിങ്ങൾ മെഷർമെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അരി ഉഴുന്നൊക്കെ പാകത്തിന് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും 2 പാത്രത്തിലായിട്ട് മാവ് ഇങ്ങനെ പകർന്ന് വെച്ചേക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ ഞാൻ ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുകയുള്ളൂ. തലേ ദിവസം ഞാനിപ്പോൾ അങ്ങനെ ഉപ്പിട്ട് വെക്കാറില്ല മാവിൽ. ഇപ്പം അത്യാവശ്യം നല്ല ചൂട് തുടങ്ങിയ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ മാവൊക്കെ പൊളിച്ച് പൊങ്ങി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യത്തെ ഡേ തന്നെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുന്നതിനുള്ള ബാറ്റർ ഞാൻ എപ്പോഴും ഒരു പാത്രത്തിലും ദോശയ്ക്ക് വേണ്ടിയിട്ടൊരു ബാറ്റർ വേറൊരു പാത്രത്തിലായിട്ട് 2 പാത്രങ്ങളിലായിട്ട് ഫ്രിഡ്ജിലേക്കാണ് കേട്ടോ വെക്കുന്നത്. കുറച്ച് ബാറ്റർ ഒന്ന് ലൂസാക്കിയിട്ട് ദോശയ്ക്ക് പരുവത്തിന് വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചേക്കും. പിന്നെ ഇത് ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് 2-3 ദിവസമായിട്ട് ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കാറുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലത്തെ റാഗി ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ രാവിലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ വന്നിട്ട് എനിക്കിപ്പോൾ സമയമില്ല തീരെ, കാരണം ആമിയെ രാവിലെ സ്കൂളിൽ വിടേണ്ടതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഈ ഒരു ബ്ലാക്ക് ടോപ്പ് എടുത്തൊന്ന് ആൾട്ടർ ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചിട്ട് എനിക്കൊന്ന് കോലമൊക്കെ ഒന്ന് വരച്ചിടണം, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആമി സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ ഇതൊക്കെ ഞാൻ ചെയ്യും. രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യാനായിട്ട് നിൽക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ ഒരുപാട് ലേറ്റായി പോകില്ലേ. അതുകൊണ്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കോലമൊക്കെ ഒന്ന് വരച്ചിടുന്നത്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയും കൂടി ആയതുകൊണ്ട്, ഇന്ന് ആമിക്ക് സ്കൂളുള്ള ദിവസം ആയതുകൊണ്ട് കുറച്ചൊന്ന് ഫാസ്റ്റായിട്ടായിരിക്കുള്ളൂ കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. ഈസി ആയിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്ത് വെക്കും കേട്ടോ. രാവിലെ നമ്മൾ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ വെച്ചത്. പിന്നെ ആമി ഇതിനിടയിൽ സ്കൂളിൽ വിടുന്നതിന് മുന്നേ തന്നെ രാവിലെ ഒന്ന് വിളക്കൊക്കെ ഒന്ന് വെക്കും. അപ്പോൾ അവൾക്കും ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഒന്ന് സ്കൂളിലേക്ക് വിടുമ്പോഴത്തേക്കും മക്കൾക്കും മനസ്സിനൊരു റിലാക്സേഷൻ ആണല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ വീട്ടിൽ വിളക്ക് വയ്ക്കുന്നതൊക്കെ. ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ വീട്ടിൽ. പിന്നെ നമ്മുടെ ഈ ലക്കി ബാമ്പൂവിലെ 2 ലീഫ് ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി തുടങ്ങി. അപ്പം ഞാനത് കണ്ട ഉടനെ തന്നെ ഇത് പറിച്ച് കളഞ്ഞായിരുന്നു കേട്ടോ. ഇപ്പോൾ വെയിൽ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ട് നമുക്ക്. ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. നന്നായിട്ട് മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. വേറെ ലീഫിനൊന്നും വേറെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ ഉരുളിയിൽ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനിടയിൽ തന്നെ ആമിയെ ഒന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് സ്കൂളിലൊക്കെ വിട്ടിട്ടുണ്ട്. അവർക്കിപ്പോൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള ടൈം ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട്, ഇപ്പോൾ അവർക്ക് ഡെയിലി ക്ലാസ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കുറച്ചൊന്ന് റിവിഷനൊക്കെ ചെയ്തിട്ടാണ് വിടുന്നത്. അങ്ങനെ ആമിയെ സ്കൂളിൽ വിട്ടു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാണ് മോള് പോയതിന് ശേഷം ഞാൻ പിന്നീട് ആമി ഹസ്ബൻഡ് കൊണ്ടുപോയി വിട്ടിട്ട് വന്നതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഗ്രീൻ പീസ് കറിയും ഇഡ്ഡലിയും ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ കുളിച്ച് മുടിയൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നില്ലേ കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിൽ തുടങ്ങിയെന്ന്. അപ്പം ഞാനിങ്ങനെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇതുപോലെ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലും മുടി കൊഴിച്ചിൽ ഉണ്ടാവുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ടിനോട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജുവിനോട് സംസാരിച്ചപ്പോഴും ഇതേ കാര്യം അവളും എന്നോട് പറഞ്ഞായിരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരിപ്പുണ്ട്. അതിന് മുന്നോടിയായിട്ട് ഞാൻ ഒരു ഹെയർ ഓയിലും കൂടി വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ്. എനിക്കങ്ങനെ സാധാരണ ഇത്രയും മുടി കൊഴിച്ചിൽ ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതൊന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഈ ഒരു എണ്ണയൊന്ന് മാറ്റി നോക്കാമെന്ന് കരുതുന്നുണ്ട്. പിന്നെ ഇന്ന് രാവിലെ ഹസ്ബൻഡ് ആമി സ്കൂളിൽ വിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇതുപോലെ കരിക്ക് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഇന്ന് രാവിലെ കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഫ്രൂട്ട്സും അതുപോലെ കരിക്കും ഒക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളകും മല്ലിയും കൂടി ഞാനൊന്ന്
വെയിലത്തിട്ട് ഉണക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാനങ്ങനെ മല്ലി അങ്ങനെ മേടിക്കാറില്ല, മല്ലിപ്പൊടിയായിട്ടാണ് മേടിക്കുന്നത്. ആച്ചിയുടെ മല്ലിപ്പൊടിയില്ല, അതിങ്ങനെ 1 കിലോ വെച്ചിട്ട് മേടിച്ചെടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒട്ടും പറ്റുന്നില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ചുവയായിരിക്കും കറികൾക്കൊക്കെ. അപ്പോൾ ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ മല്ലി വീട്ടിൽ ഉണക്കി പൊടിപ്പിക്കുന്നത്. വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകി ആ വെള്ളം ഒന്ന് വാർത്തെടുത്തതിന് ശേഷം ഒന്ന് ഉണക്കിയെടുത്തിട്ട് നന്നായിട്ടൊന്ന് മില്ലിൽ കൊടുത്തിട്ട് പൊടിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറേ ദിവസം എടുക്കും കേട്ടോ, 2-3 ദിവസം എടുക്കും ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തോരാൻ വേണ്ടിയിട്ട് ഒന്ന് അതേ പാത്രത്തിൽ തന്നെ, ഒരു ഹോൾസ് ഉള്ള പാത്രമില്ലേ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ട് നമ്മുടെ വാതിലിൻ്റെ ഫ്രണ്ടിലുണ്ടല്ലോ നന്നായിട്ട് വെയിലടിക്കുന്ന സ്ഥലമാണ്, അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ വേറെ സൗകര്യം ഇല്ല കേട്ടോ, ടെറസിൻ്റെ മേലേക്ക് ഭയങ്കര പൊടിയാണ്. തൊട്ടടുത്ത് നമ്മുടെ വീട്ടിനടുത്ത് തന്നെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ നിന്നുള്ള ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ, അതായത് ഫ്രണ്ടിലുള്ള ആ ഒരു ചെറിയ പോർഷനിൽ വെക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. പിന്നെ എപ്പോഴും ഞാനിങ്ങനെ രാവിലെയും വൈകുന്നേരം കഴുകി ഇടുന്നതുകൊണ്ട് വലിയ ഡസ്റ്റ് ഇല്ല കേട്ടോ. അങ്ങനെ ഞാൻ മുളകും കൂടി അതിനോടൊപ്പം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് എന്തായാലും കുറച്ചൊരു ക്ലീനിങ് ചെയ്യാമെന്ന് കരുതിയിട്ട്. ഞാൻ എപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേശ്ശെ ആയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. ഒരുപാട് അങ്ങനെ വലിച്ചു വാരി ചെയ്യാറില്ല കേട്ടോ. എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ എന്തെങ്കിലും ഈ ഗ്ലാസിൻ്റെ ഈ ഒരു ഷെൽഫ് നമുക്ക് കിച്ചണിലുണ്ടല്ലോ, ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് എഴുതിയിട്ട് വന്നപ്പോഴത്തേക്കൊണ്ട് അവിടെ നന്നായിട്ട് ഉറുമ്പ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. ഈ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഉറുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ആ ഒരു ഉറുമ്പിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ സൊല്യൂഷൻ, അത് വെച്ചൊന്ന് സ്പ്രേ ചെയ്തെടുത്തപ്പോഴത്തേക്കും തന്നെ അത് പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം ചത്ത് വീണിട്ടുണ്ട്. പിന്നെ അതെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഡസ്റ്റിങ് ചെയ്തതിന് ശേഷമാണ് ഞാനിത് വീണ്ടും ഒന്നുകൂടി ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഉറുമ്പിൻ്റെ സൊല്യൂഷൻ ഉണ്ടല്ലോ, ഇത് സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. എന്തായാലും നമ്മൾ ഒരു തവണ ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്ത് പിന്നെ ഉറുമ്പ് വരത്തേ ഇല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് അതിൻ്റെ ആ ഒരു സ്മെല്ല് അതിനൊട്ടും പറ്റാത്തത് കൊണ്ടായിരിക്കും. ഞാനിപ്പോൾ കിച്ചണിൻ്റെ പല സ്ഥലങ്ങളിലും ഈ ഉറുമ്പ് വന്ന ഭാഗത്ത് ഇത് അടിച്ചതിന് ശേഷം പിന്നീട് അവിടെ എങ്ങും വന്നിട്ടില്ല. ഇനി ഒരു പക്ഷേ നിങ്ങളിത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കൂ. എന്നിട്ടും വരുവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് കിച്ചണിൽ ഈ ഒരു ഉറുമ്പിൻ്റെ സ്പ്രേ ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്തിട്ട് ഒരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിട്ടിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കിച്ചണിൽ ഒട്ടും തന്നെ ഉറുമ്പിൻ്റെ ശല്യം ഇല്ല കേട്ടോ. അപ്പോൾ നല്ലൊരു വർത്തായിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും മേടിക്കാം. വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതാണ്. നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കോഡ് ഒന്നും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കാര്യം ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 ആഴ്ചയ്ക്ക് പുറത്തായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും പറഞ്ഞത്. പിന്നെ നേരെ വന്നിട്ട് ആ ഷെൽഫൊക്കെ ഒന്ന് തുടച്ചിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്കുണ്ടല്ലോ ഈ ഒരു മസാല ബോക്സിലില്ലേ ഫുള്ള് ഇങ്ങനെ വണ്ട് കയറി ഇരിപ്പുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസംബർ ജനുവരി മാസം ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് തണുപ്പ് പറ്റിയ സമയത്ത് ഇതുപോലെ നമ്മൾ ഇട്ട് വെച്ചിരുന്ന മസാലകളെല്ലാം വണ്ട് കയറിയാണ്. ചെറിയ വണ്ടാണ്. അപ്പോൾ അത് ഭയങ്കര ഒരു ശല്യമായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇതിൽ മസാലാസ് ഇട്ട് വെക്കുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് അല്ലാത്ത സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിനകത്ത് തന്നെ എല്ലാം ബൾക്കായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തായാലും എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇത് യൂസ് ആവുമല്ലോ. അങ്ങനെ ഞാൻ എന്തായാലും ഇത് നമ്മുടെ കോലം പൗഡർ ഉണ്ടല്ലോ അതിങ്ങനെ ഇതിനകത്ത് ഇട്ട് വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അതിലെന്തായാലും വണ്ടൊന്നും കയറത്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും എനിക്ക് കോലം പൗഡർ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു ബോക്സ് അല്ലെങ്കിലും വേണമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇതിൽ ഒരുപാട് അറ ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാ കളറും നമുക്കിതിൽ തന്നെ ഇട്ട് വെച്ചേക്കാം. 2 ബോക്സും നമ്മളിതിന് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് മുന്നേ അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഒന്ന് ഡ്രൈ ആക്കിയൊക്കെ വെച്ചതിന് ശേഷം നമുക്കത് യൂസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു ഷെൽഫിൽ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. മുട്ടയും ഫ്രൂട്ട്സും പിന്നെ മിക്സിയുടെ ജാറ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ നമ്മൾ ചായ കുടിക്കുന്ന കപ്സും അതുപോലെ മിക്സിയുടെ ജാറും പിന്നെ ഇതുപോലത്തെ മസാല ബോക്സാണ് ഇവിടെ വെച്ചിരുന്നത്. ഇപ്പം ഞാൻ അവിടെ നിന്ന് മാറ്റിയിട്ട് മസാല
ബോക്സ് നമ്മൾ എന്തായാലും ഇനിയിപ്പോൾ കിച്ചണിൽ വെക്കുന്നില്ലല്ലോ, പൂജാ റൂമിലാണ് ഇനി വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും രാവിലെ വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കറിയില്ലേ നന്നായിട്ടൊന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് കേട്ടോ, രാവിലെ വെക്കുന്ന കറികൾ ഉച്ചയുടെ മുന്നേ ആയിട്ട് ഇപ്പം നന്നായിട്ട് ചൂടുള്ള കാരണം കൊണ്ട് ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഗരം മസാല വീട്ടിൽ തന്നെ ചെയ്യുന്നൊരു ഇതാണ്. ഞാൻ ഇതിന് മുന്നേയും ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നാലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പട്ടയും ഏലക്കയും ഗ്രാമ്പൂവും കുരുമുളകും പിന്നെ ഈ ഒരു ബിരിയാണിയുടെ ഇലയില്ലേ ഇതും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനെല്ലാം ഒരു കൈപ്പിടി അളവിനാണ് കേട്ടോ എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് അളവ് കൃത്യമായിട്ട് പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് അല്പം കട്ടിയുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ആദ്യം ഒന്ന് ഈ ഒരു പാത്രത്തിലിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നത് കേട്ടോ. നന്നായിട്ട് പാത്രം ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുരുമുളകും ഈ പട്ടയും ഇതൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഐറ്റംസ് അല്ലേ, അതുകൊണ്ടാണ് ആദ്യമേ അത് വറുത്തെടുത്തത്. അപ്പോൾ നന്നായിട്ടൊരു മണം വരും. മണം വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗ ഒന്ന് സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം ഇതിലേക്ക് വീണ്ടും ഒരു പിടി പെരിഞ്ജീരകവും ഒരു അരപ്പിടിയോളം നല്ല ജീരകമാണ് ഞാൻ ചേർക്കുന്നത്. ഞാൻ ഈ ഒരു അളവിലാണ് കേട്ടോ എപ്പോഴും എടുക്കാറുള്ളത്. കുരുമുളകും പട്ടയും ഏലക്കയും ഒക്കെ ഒരു പിടിയിൽ താഴെയാണ് എടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ പെരിഞ്ജീരകമാണ് ഈ ഒരു മസാലയ്ക്കുള്ളിൽ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ചൊരു നല്ലൊരു മണമായിരിക്കും. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പെരിഞ്ജീരകം ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ചെറിയൊരു സൗണ്ട് കേൾക്കും. പെട്ടെന്ന് തന്നെ ഫ്ലെയിം നമ്മൾ ലോ ഫ്ലെയിമിലാണ് ആദ്യം ഇട്ടേക്കേണ്ടത്. പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അത് തണുത്ത് വരട്ടെ. അപ്പോൾ ആ ഒരു മസാല ഇട്ട് വെച്ചേക്കുന്ന പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഈ പെരുംജീരകവും ജീരകവും ഒക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം സാധനം എടുക്കാൻ പോയപ്പോഴത്തേക്കും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള വടകമാണ്. വടകം എന്ന് പറയുന്നത് ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേടിക്കുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും ഹസ്ബൻഡാണിത് ഇങ്ങനെ എടുത്തിട്ട് അവരോട് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് മീൻ കറിക്കും വത്തക്കുഴമ്പ് കാരക്കുഴമ്പ് ഇതുപോലുള്ള കറികൾക്കാണിത് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ ഈ കറികളൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിന് താളിക്കുന്ന സമയത്ത് ഇതിട്ടിട്ടൊന്ന് താളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തേലും അതും കൂടി ഒരു ചെറിയൊരു കണ്ണാടി ബോക്സിനകത്തേക്ക് കണ്ണാടി ചില്ല് ഉപ്പിക്കകത്ത് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. അപ്പോൾ അത് ഒരു വല്ലാത്തൊരു സ്മെല്ലാണ്. അതിനകത്ത് ഉലുവയും കടുകും ജീരകം എല്ലാം കൂടി ഇട്ടേക്കുന്നതാണ് കേട്ടോ. ഉള്ളിയൊക്കെ വറുത്തിട്ടേക്കുന്നതാണ്. ഒരു വല്ലാത്തൊരു മണമാണ് കേട്ടോ. എല്ലാവർക്കും ആ ഒരു മണം ഇഷ്ടപ്പെട്ടു എന്ന് വരത്തില്ല. ഇവിടുത്തെ റെസിപ്പീസിനാണ് അത് കൂടുതലായിട്ടും ചേർക്കുന്നത്. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് ഇരുന്നൊന്ന് സമയം കിട്ടിയപ്പോഴത്തേക്ക് ഓടിപ്പോയിട്ട് എഡിറ്റിംഗ് ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഗരം മസാല ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് നന്നായിട്ട് തണുത്ത് വന്നു. കൈയോടെ തന്നെ ഞാനിത് ആ ഒരു ചില്ല് കുപ്പിക്കകത്ത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ചില്ല് ബോക്സിനകത്ത് ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തന്നെ ഗരം മസാലയൊക്കെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഒരു മണവും ഒരു നല്ലൊരു ഫ്ലേവറും ഒക്കെ ആയിരിക്കും കേട്ടോ. എനിക്കത് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഞാൻ എപ്പോഴും വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇത് ചെയ്ത് വെക്കുന്നത്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വീട്ടിൽ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഇപ്പോൾ ഞാൻ തൽക്കാലം കുറച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ചെയ്ത് വെക്കുകയുള്ളൂ. അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വന്ന് നോക്കിയപ്പോഴത്തേക്കും ഞാൻ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ബോക്സ് എല്ലാം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും നന്നായിട്ട് ഉണങ്ങിയ സ്ഥിതിക്ക് കൈയോടെ തന്നെ ആ ഒരു പൗഡറെല്ലാം, അതായത് കോലം പൊടിയെല്ലാം ഇതിലേക്ക് ഇട്ട് വയ്ക്കുക എന്നുള്ള രീതിയിൽ വന്ന് ചെയ്യുന്നതാണ്. ഞാനിങ്ങനെ എപ്പോഴും ഡെയിലി എന്തെങ്കിലും ഒരു ക്ലീനിങ് കുറേശ്ശെ ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് വലിച്ചു വാരി ചെയ്യാനായിട്ട് നിൽക്കാറേ ഇല്ല. ഞാനൊരു വീഡിയോയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ്റർഡേ സൺഡേ ഞാൻ ഫുൾ ടൈം റെസ്റ്റ് എടുക്കുന്ന ദിവസമാണ്. കാരണം ഈ വീക്ക് ഡേയ്സിൽ എന്തായാലും ആമി സ്കൂളിൽ പോകുമ്പോഴാണ് എനിക്കിതൊക്കെ ചെയ്യാനായിട്ട് സമയം കിട്ടുള്ളൂ. അപ്പോൾ ഈ സാറ്റർഡേ സൺഡേ നമുക്ക് കുറച്ചൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നോടിയായിട്ട് നമ്മൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇതിന് വേണ്ടിയിട്ട് കുറേശ്ശെ സമയം കണ്ടുപിടിച്ചാൽ മതി. എല്ലാം കൂടി വലിച്ചു വാരി ചെയ്യേണ്ട
കാര്യമില്ല കേട്ടോ. കുറേശ്ശെ ഓരോ സൈഡിൽ നിന്ന് ചെയ്താൽ മതി. വീടിനുള്ളിലെ സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ഇതുപോലെ പ്രീ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഇപ്പോൾ നമ്മൾ മുളകും മല്ലിയൊക്കെ പൊടിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നേ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മളെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും സ്റ്റോക്ക് ചെയ്ത് നമ്മൾ മസാല ബോക്സസ് ആണെങ്കിലൊക്കെ ഇടയ്ക്കൊക്കെ ഇതുപോലെ കഴുകിയൊക്കെ എടുക്കുന്നത് ഓരോ ദിവസം നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുക ഇന്ന് എന്താണ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്. ഞാൻ എപ്പോഴും ചെറിയ രീതിയിലുള്ള ക്ലീനിങ്ങുകളാണ് കേട്ടോ എപ്പോഴും ചെയ്യാറുള്ളത്. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന സംഭവം എനിക്ക് അതുകൊണ്ട് വരാറേ ഇല്ല. അഥവാ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ എനിക്കത് ക്ലീൻ ചെയ്ത് പോകാനായിട്ട് പറ്റാറുണ്ട്. കാരണം നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ സൈഡ് ഇങ്ങനെ ക്ലീൻ ചെയ്ത് എടുക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ നമ്മുടെ കോലം പൊടിയെല്ലാം ബോക്സിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നീട് പോയിട്ട് എനിക്ക് ഇനി സമയം ബാക്കിയുള്ളതുകൊണ്ട് ബാക്കിയുള്ള എഡിറ്റിങ്ങും കൂടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ നോക്കാൻ പറ്റുന്നില്ല കേട്ടോ. എനിക്കിടയ്ക്ക് വെച്ചിട്ട് ഫോൺ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിയ സമയത്ത് നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ഐസ് വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഫോണിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഇരുന്നിട്ട് കുറേ സമയം അങ്ങനെ എനിക്ക് എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേശ്ശെയാണ് ചെയ്യുന്നത്. ദിവസം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറാണെങ്കിൽ പോലും കുറേശ്ശെ സ്പ്ലിറ്റ് ചെയ്ത് ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരം ആയിട്ടൊക്കെ അങ്ങനെയൊക്കെ. രാത്രി ഞാനിപ്പോൾ അങ്ങനെ ഫോൺ എടുക്കാറേ ഇല്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് കോവിലിൽ പോയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ക്ഷേത്രത്തിൽ പോകണമെന്ന് തോന്നി അങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.